നമസ്കാരം ഗൈസ്. അപ്പം ഞാൻ ഒരു ബീഫ് കറിയുടെ വ്ളോഗ് കൂടെ ചെയ്യുവാണ്. ഓക്കെ, അപ്പം മോർണിംഗിലേക്ക് ചപ്പാത്തിലൂടെ ബീഫ് കറി വെക്കാമെന്ന് ഓർത്താണ്. അപ്പോൾ അതുകൂടെ തന്നെ നിങ്ങളുടെ മുന്നിലൊന്ന് അവതരിപ്പിച്ചേക്കാമെന്ന് ഓർത്തു. ഓക്കെ, അപ്പം ഞാൻ കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി, ഇഞ്ചി, സവോള, ഞാനൊരു 5 സവോള എടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴറ്റുകയാണ്. നന്നായിട്ട് വഴലാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ, സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നുമെന്നും കൂടെയുണ്ടു നാഥൻ. ഭയപ്പെടേണ്ട, നാം ഭയപ്പെടേണ്ട. ഇന്നുമെന്നും കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടേണ്ട, നാം ഭയപ്പെടേണ്ട. സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇച്ചിരി വഴന്നിട്ട് മസാല ചേർക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മൾ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, മസാലയൊക്കെ ചേർക്കാൻ പരുവത്തിന് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി മസാലകളൊക്കെ ചേർക്കാം. പാകത്തിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാമേ. ഞാൻ എൻ്റെ രീതി അനുസരിച്ചാണ് ചേർക്കുന്നത്. ബീഫ് കറിക്കായാലും നമുക്ക് ലേശം കൂടുതലും മല്ലിപ്പൊടി ചേർക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുറവുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ മീറ്റ് മസാല ചേർക്കും. ഓക്കെ, നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു കൈ കൊണ്ടുള്ള പ്രവർത്തനമാണ്. ഉത്തരനൊക്കെ അതിനൊക്കെ തിരക്കാണ്. നമ്മളെപ്പോഴും കൊച്ചിനെയാണെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. നമ്മളെപ്പോഴും സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം, അല്ലേ? നമ്മളെല്ലാവരും എപ്പോഴും ആരെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നമുക്ക് അതിലോട് നമ്മുടെ ബീഫ് വെന്ത് വെച്ചേക്കുന്ന ബീഫ് നമുക്ക് കോരിയെടുക്കാം. ഞാൻ ലേശം മസാല ചേർത്താണ്
നമ്മുടെ ലേശം ചിക്കൻ മസാല ചേർക്കും ഞാൻ. ബീഫ് വേവിക്കുമ്പോഴേ ഉപ്പും വെള്ളവും പിന്നെ ലേശം ചിക്കൻ മസാലയും കൂടെ ഞാൻ ചേർത്തേ. ഓക്കെ, ഫുൾ ബീഫ് ഞാൻ കോരിയിട്ടോട്ടെ. നമുക്കിതെല്ലാം കൂട്ടൊന്ന് ഇളക്കാം. കുപ്പിവെള്ളം വെള്ളം കുപ്പിയിലെ വെള്ളം ഇങ്ങോട്ട് വെച്ച് ചാറ് അടച്ചേരെ. ഓക്കെ, നമുക്ക് ലേശം ചാറ് ചേർത്താക്കിയിരിക്കണം. കുക്കർ അവിടുത്തെ ഒഴിച്ചേക്കാം. കറിക്കാകുമ്പം ചാറ് വേണമല്ലോ. ഓക്കെ, വെന്ത ബീഫായതുകൊണ്ട് നമ്മൾ കുക്കർ വെച്ച് വെന്തല്ലേ എടുക്കുന്നത്. പിന്നെ ഞാൻ പച്ചവെള്ളം ഒഴിക്കാറില്ല, ഞാൻ തിളപ്പിച്ചാറിച്ച വെള്ളമാണ് പിന്നെ കറിക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, എല്ലാ ഐറ്റംസും വെച്ച് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവന് തിളയ്ക്കണം, നന്നായിട്ട് തിളയ്ക്കണം. കറി നന്നായിട്ട് തിളച്ച് ചേർക്കാം. ആ സമയം നമുക്കൊരു പാട്ട് പാടാം. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. കാതിലാണേൽ തോടയില്ല, കഴുത്തിലാണേൽ മാലയില്ല, കയ്യിലാണേൽ വളയുമില്ല, കാലിലാണേൽ കൊലുസുമില്ല. ചെന്തേങ്ങായിൻ നിറമില്ലേലും ചെന്താമര കണ്ണില്ലേലും, മുല്ലമൊട്ടിൻ പല്ലില്ലേലും, മുട്ടിറങ്ങി മുടിയില്ലേലും, എന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നു വേണം പണവും വേണം. കൂരയാണേൽ മേഞ്ഞതില്ല, പുരയിടവും ബോധിച്ചില്ല. നിന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നും വേണ്ട പണവും വേണ്ട. ദൂരെ നിന്നും നാളൊരുത്തൻ നിന്നെ കെട്ടാൻ വരുമിവിടെ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്തിട്ടമ്മേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. അപ്പോൾ നമ്മൾ കറി നന്നായിട്ടും തിളക്കട്ടെ. ഓക്കെ, തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകട്ടെ, ഒത്തിരി കുറുകട്ടെ, നമുക്ക് ചാറ് വേണം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇടയ്ക്ക് പുത്രൻ്റെ സഹായം ഒന്ന് തേടാം. ഒന്ന് പിടിച്ചിടാം, ശരിക്കും ഇളക്കട്ടെ, അടി കൂട്ടി അടി പിടിക്കാതെ.
ഈശി പൊക്കി അങ്ങോട്ട് അവർ കറിയുടെ മണിത വന്നാൽ അടി കൂട്ടി നന്നായിട്ട് ഇളക്കുക അടി പിടിച്ചെങ്കിൽ ഓക്കെ ഓക്കെ ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ ഉണ്ണി വാവാവോ ഓ വാവേ വാവാവോ നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ നീലപ്പീലി കണ്ണും കൂട്ടി പൂഞ്ചേലാടാലോ കയ്യിൽ പൂഞ്ചേലാടാലോ ഉണ്ണി വാവാവോ ഓ വാവേ വാവാവോ ഓ ഉണ്ണി വാവാവോ ഓ വാവേ വാവാവോ ഇതാണ് ഗൈസ് നാളത്തേക്കുള്ള എൻ്റെ ബീഫ് കറി ഓക്കെ. അപ്പോൾ ഇനി ഇതൊരു 5 മിനിറ്റ് കൂടെ തിളച്ചതിന് ശേഷം ഇപ്പം തന്നെ ഓൾമോസ്റ്റ് സെറ്റായി ഓക്കെ. അപ്പോൾ ഞാൻ ഇനി എൻ്റെ വീഡിയോ നിർത്താൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ബീഫ് കറി എല്ലാവരും കണ്ടല്ലോ. നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞ അടിപൊളി ആയിട്ട് കുക്ക് ചെയ്യുന്നവരാണെന്നൊക്കെ എനിക്കറിയാം. എങ്കിലും എൻ്റെ എളിയ പരിപാടി ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു. ആർക്കെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഓക്കെ. അപ്പം ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുവാണ് ഓക്കെ. ഇനി നമുക്ക് പുതിയ ഷോർട്സും വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്. ഹലോ ഗൈസ്, അപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ ലേശം ചിക്കൻ മസാല ചേർത്താണ് ബീഫ് വെന്തെന്നാണ് പറഞ്ഞത്. ചിക്കൻ മസാല അല്ല, ആക്ച്വലി മീറ്റ് മസാലയാണ്. പറഞ്ഞു വന്നപ്പം അറിയാതെ ചിക്കൻ ആയതാണ്, സോറി. അപ്പോൾ ആ തെറ്റൊന്ന് തിരുത്തി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു ചെറിയ വീഡിയോയുടെ പുറകെ ഇടുന്നത് ഓക്കെ. താങ്ക് യു.